Dear students, what is the approximate weight of thymus gland? Options 5 gram, 10 gram, 25 gram, 50 gram. പലതരത്തിൽ പല ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പീനിയൽ ഗ്ലാൻഡിൻ്റെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ചോദിക്കാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ചോദിക്കാം, തൈറോയ്ഡ് ഗ്ലാൻഡ് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, പല ടെക്സ്റ്റ് ബുക്കുകളിൽ അവൈലബിൾ ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഈവൻ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ പോലും പരീക്ഷ ഹോളിൽ വെച്ച് അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, എത്ര വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ആക്കിത്തരാൻ ആ വ്യക്തിക്ക് കഴിയുന്നു, ആ ഒരു സോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരു കൺസെപ്റ്റ് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആർക്ക് കഴിയുന്നു, ആ റൂട്ട് സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് മാതിരി ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ടെക്നിക്കുകളോടുകൂടി ആരെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂട്ട് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നാലാമതായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, കാര്യകാരണ സഹിതം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റി പറയുമ്പോൾ സ്മോളസ്റ്റ് ഗ്ലാൻഡ് ഉണ്ട്, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഉണ്ട്, മാസ്റ്റർ ഗ്ലാൻഡ് ഉണ്ട്, അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പറയുന്ന ആ പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങുന്നത് 0.1 ഗ്രാമിലാണ്. ഈ 0.1 ഗ്രാം എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡിൻ്റെ വെയിറ്റ് ആണ്. അതിൻ്റെ ഒരു 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 0.5 ഗ്രാം. 0.5 ഗ്രാമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ 5 ഗ്രാമിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ 0.1 തുടങ്ങി, അത് കഴിഞ്ഞ് 0.5 ഗ്രാമിലെത്തി, അവിടെ നിന്ന് നേരെ 5 ഗ്രാമിലേക്ക് എത്തുകയാണ്. ഈ 5 ഗ്രാം എന്ന് പറയുന്നത് ഓവറിയുടെ അതേപോലെ തന്നെ അഡ്രിനാൽ ഗ്ലാൻഡിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 0.1 തുടങ്ങി 0.5 അവിടെ നിന്ന് 5 ഗ്രാമിലെത്തി. 5ൻ്റെ ഇരട്ടിയാണ് 10 ഗ്രാം എന്ന് പറയുന്നതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ വെയിറ്റ്, ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. 10ൻ്റെ ഇരട്ടിയാണ് 20 to 25 വരുന്ന 2 ഗ്ലാൻഡുകളുണ്ട്. അത് ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്, അതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. 25ൻ്റെ ഇരട്ടി നമുക്ക് 50 എടുക്കാം. 50 തൊട്ട് 60 വരെ ആലോചിക്കുക. 50 തൊട്ട് 60 വരെ പറയുമ്പോൾ അതിനകത്ത് ടെസ്റ്റിക്കിളിൻ്റെ വെയിറ്റ് ആണ് 50 വരുന്നത്. 60 എന്ന് പറയുമ്പോൾ യൂട്രസിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗ്ലാൻഡും കിട്ടിക്കഴിയുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ഗ്ലാൻഡും കിട്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതല്ല, എങ്കിലും ഓൾമോസ്റ്റ് എല്ലാം വരുന്നു. ഇപ്പോൾ പീനിയൽ ഗ്ലാൻഡ് 0.1, ദെൻ 0.5 എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതേപോലെ തന്നെ 5 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓവറി അഡ്രിനാൽ ഗ്ലാൻഡാണ് വരുന്നത്. അതിൻ്റെ ഇരട്ടി 10 ഗ്രാം എന്ന് പറയുമ്പോൾ തൈമസ് ഗ്ലാൻഡ്, അതിൻ്റെ ഇരട്ടി 20 തൊട്ട് 25 ഗ്രാം എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ഓർക്കുക. 25ൻ്റെ ഇരട്ടി 50 എന്ന് പറയുമ്പോൾ 50 തൊട്ട് 60 എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ, ടെസ്റ്റിക്കലിൻ്റെ വെയിറ്റും അതേപോലെ തന്നെ യൂട്രസിൻ്റെ വെയിറ്റും ഓർക്കുക. ഇതേപോലെ ഓർഗൻസിൻ്റെ വെയിറ്റ് പറയാം. ഓർഗൻസിൻ്റെ വെയിറ്റ് പറയുമ്പോൾ അത് ബേസിക്കലി 75 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്, അതൊരു ഗ്രന്ഥി കൂടിയാണ്. അപ്പോൾ പാൻക്രിയാസിൻ്റെ വെയിറ്റ് 75 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇരട്ടി 150 എന്ന് പറയുന്നത് കിഡ്നിയുടെ വെയിറ്റ് ആണ്. 150ൻ്റെ ഇരട്ടി 300 എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ വെയിറ്റ് ആണ്. 300ൻ്റെ ഇരട്ടി 600 തൊട്ട് 700 ഗ്രാം വരെയാണ് ലങ്സിൻ്റെ വെയിറ്റ്. അതിൻ്റെ ഇരട്ടി 700ൻ്റെ ഇരട്ടി 1400 ആണ് ബ്രെയിൻ്റെ വെയിറ്റ്. 1400 കഴിഞ്ഞ് 1500 എന്ന് പറയുന്നതാണ് ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് കൊണ്ട് ഈ പറഞ്ഞ കാര്യം എനിക്ക് ലിസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു റൂട്ടിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്.
ഈ രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും, കൂടുതൽ കാലം ഓർത്തിരിക്കാൻ പറ്റും. സോ ഈ ഒരു റൂട്ടിലേക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അത്തരത്തിൽ വരുന്ന സോഴ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. അത്രമാത്രമേ ഉള്ളൂ ഇവിടെ കാര്യമായിട്ട് പറയാനുള്ള ഒരു വിഷയം. താങ്ക് യു.